സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണീഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാച രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻവദാമജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ഗിരാമാഹുർദേവീം ദ്രുമിണഗൃഹിണീമാഗമവിദഃ ഹരേഃ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയാ തുരീയാ കാപി ത്വം ദുരധിഗമനിസീ മമഹിമ മഹാമായാ വിശ്വം ഭ്രമയസി പരബ്രഹ്മമഹിഷീ. അംബികയായ പരമേശ്വരി, ആ പരമേശ്വരിയുടെ സഹസ്രനാമം ആണ് നമ്മൾ ഇവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 എന്നർത്ഥം. 1000 നാമം. അതിൽ ഇപ്പോൾ ദേവിയുടെ മുടി മുതൽ പാദം വരെയുള്ള ദേവിയുടെ രൂപവർണ്ണന, ഈ വർണ്ണന ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. ഇപ്പോൾ താരാകാന്തി തിരസ്കാരി, ഇപ്പോൾ താരയുടെ കാന്തി, താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ഈ നക്ഷത്ര കോടികളുടെ കാന്തി അതിനെക്കൂടെയും തിരസ്കരിക്കുന്നതായിട്ടുള്ള ഒരു പ്രകാശവത്തായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുവെച്ചാൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുത്. ഇങ്ങനെയല്ലാതെ ഫിക്സഡായിട്ട് ഇതിങ്ങനെയാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഏറ്റവും പ്രകാശവത്തായിട്ടുള്ള പൊരുളിനേക്കാളും പ്രകാശവത്ത് എന്നേ ഋഷികൾക്ക് കൂടെയും ഈ മഹാമായയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ വൈഭവം അത്ര വലുതാണ്. അത്രയ്ക്ക് വൈഭവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ ശ്രീമാത അല്ലെങ്കിൽ മഹാമായ എന്നു പേരുള്ള അംബിക. അതുകൊണ്ട് ഈ വർണ്ണന, രൂപവർണ്ണന അത് ഈ പ്രകൃതിയിൽ എങ്ങും നമുക്ക് താരതമ്യം ചെയ്യാനേ സാധ്യമല്ല. അങ്ങനെയുള്ള വർണ്ണനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടുവരണത്. അതിലെ 20ാമത്തെ നാമം താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. താരാകാന്തി, താരാകാന്തി നമ്മളിപ്പോൾ പറഞ്ഞു. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നർത്ഥം, കാന്തി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. താരാകാന്തി, നക്ഷത്രത്തിന് എത്രമാത്രം പ്രകാശമുണ്ടോ, തിരസ്കാരി, ആ പ്രകാശത്തെ തിരസ്കരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ആ പ്രകാശത്തിനെ കാളും പ്രകാശമാണ് ദേവിയുടെ ഒരു മൂക്കുകുത്തി. അതിന് നാസാഭരണ ഭാസുര. ആ മൂക്കുകുത്തി, ദേവിയുടെ മൂക്കിൽ ഒരു ചെറിയ ഒരു മൂക്കുത്തി, അത് ഈ താരമണ്ഡലങ്ങളെക്കാളും പ്രകാശവത്താണ് എന്ന് പറഞ്ഞു. നോക്കൂ, ഇട്ടിരിക്കുന്ന ആഭരണം കൂടി അനുപമിതം, ഉപമിക്കാൻ നമുക്ക് പറ്റില്ല. ഇതിനേക്കാളും ഉയർന്നത് എന്ന് പറയാം, അല്ലാതെ ഇതുപോലെ എന്ന് പറയാൻ പറ്റണില്ല. ഭാസുര എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ എന്നർത്ഥം. ആ മൂക്കൂത്തി കൊണ്ടുപോലും ശോഭിക്കണത്. ഇപ്പം കന്യാകുമാരിയിലൊക്കെ പോയാൽ അവിടുത്തെ ഐതിഹ്യം പരിശോധിച്ചാൽ എത്രയോ ദൂരെ നിന്ന് വള്ളത്തിലിരുന്ന ആള് ഏതോ ഒരു പ്രകാശവത്തായ ഒരു പൊരുളിനെ കണ്ടു അത്ര, ദേവിയുടെ മൂക്കുകുത്തി. ഇപ്പോൾ പോയാൽ കൂടെയും ആ മൂക്കുകുത്തിയുടെ പ്രകാശം നമുക്ക് കാണാം, നല്ല തിളക്കം. ഇത് പണ്ട് സമുദ്രത്തിൽ എത്രയോ ദൂരെ എന്തോ ഒരു തിളക്കം കണ്ടു അത്ര. അതൊരു കന്യാകുമാരി, ഒരു സ്ഥലത്തിൻ്റെ ഐതിഹ്യം. അത് കാണാൻ പറ്റി, പക്ഷെ ഇത് കാണാൻ കൂടെ പറ്റില്ല എന്നാണ്. അപ്പോൾ 20ാമത്തെ മന്ത്രം താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുരാം. തിരസ്കരിക്കുക, അതിനോടൊത്ത് വരില്ല എന്നർത്ഥം. അടുത്തത് കദംബ മഞ്ജരീകൃപ്ത കർണപൂര മനോഹര. കദംബ മഞ്ജരി എന്ന് വെച്ചാൽ കടമ്പിൻ്റെ പൂക്കൊല. അത് കണ്ടാൽ അറിയാം, ഒരു വട്ടത്തിൽ നിറയെ ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കുന്നതായിട്ട് കാണാം. ഒരു വട്ടത്തിലുള്ള ആ കദംബിൻ്റെ പൂക്കൊല പോലെ ചെയ്യപ്പെട്ട ദേവിയുടെ കർണപുരം, കർണാലങ്കാരം
എന്ന് വെച്ചാൽ കർണത്തിലെ, കർണം എന്ന് പറഞ്ഞാൽ കാത്, ഈ കാതിൻ്റെ അലങ്കാരം, ഒരു കമ്മൽ, അതുകൊണ്ട് മനോഹരമായിട്ട് ദേവി ഇരിക്കണം, അത്ര മനോഹാരിതമായിട്ടിരിക്കണം. ഇതെല്ലാം ഓരോ വർണ്ണനയാണ്. ഇതിൽ നമുക്ക് തത്വത്തെ ഡീപ്പായിട്ട് നമുക്ക് കാണാം. അത് പലതരത്തിലും ദേവിയുടെ ഒരു ആഭരണം കൂടെയും അത് ആ മണ്ഡലത്തിൽ പോയി ചേർന്നാൽ അത് ദേവിയായി മാറി. കാരണം അനുപമിതം, വേറൊരു ഉപമിക്കാനേ ഇല്ല. അതുപോലെ ഇതുപോലെ അതിനേക്കാളും ഇതിനേക്കാളും എന്ന് പറയുന്നത് പോലെ ഇത് പലരും ഒരു കമ്പാരിസൺ നമുക്കില്ല. അങ്ങനെയുള്ള ദേവിയുടെ കർണപുരങ്ങൾ അതിൽ മനോഹാരിയായിട്ടിരിക്കണവൾ, നല്ല മനോഹരമായിട്ട് തിളങ്ങിയിരിക്കണവൾ എന്നർത്ഥം. താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല. 22ാമത്തെ നാമം താടങ്ക യുഗളീഭൂത. 2 കർണ ആഭരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തപഹ ഉദപഹ. ഒന്ന് ഉദപൻ, ഉദപൻ എന്ന് പറഞ്ഞാൽ എന്നാ ചന്ദ്രൻ. തപൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഒന്നിൽ സൂര്യൻ, ഒന്നിൽ ചന്ദ്രൻ. ഈ 2 മണ്ഡലങ്ങളെ, സൂര്യമണ്ഡലം ചന്ദ്രമണ്ഡലം, ഈ 2 മണ്ഡലങ്ങളാണ് ദേവിയുടെ കർണത്തിലിരിക്കുന്നത് എന്നത്തെ 2 കർണങ്ങൾ, കർണ ആഭരണങ്ങൾ. അപ്പോൾ വളരെയധികം പ്രകാശവത്തായിട്ടുള്ളതും വളരെയധികം താപമുള്ളതും ഒരു സൈഡിൽ, വളരെയധികം കൂളാക്കണത്, ഈ താപത്തിനെ ഒന്ന് ശമിപ്പിക്കണതായിട്ടുള്ള ചന്ദ്രൻ ഒരു കാതിൽ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയിൽ കാണാം നമുക്ക്. താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല. അതുകൊണ്ട് ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ കൂടെ പറയണത് ഈ 2 വെളിച്ചവും കൊണ്ടാണ് പരമേശ്വരൻ അമരനായിട്ടിരിക്കണത്, മരണമില്ലാതെ ഇരിക്കണത്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തത്, അമൃതം എന്നർത്ഥം. ശിവം മംഗളമായിട്ടിരിക്കണത്. ബാക്കി എല്ലാ ദേവതകൾക്കും ഈ അമരത്വമില്ല. പരമേശ്വരനാണ് മംഗളത്വമുള്ളത്, അമരത്വമുള്ളത്. കാരണം എന്താ? ഈ 2 മണ്ഡലത്തോടു കൂടിയിരിക്കുന്ന ദേവി കൂടെ ഉള്ളത് കൊണ്ട് എന്ന് പല വ്യാഖ്യാനങ്ങളും ഒക്കെ വരണുണ്ട്. 23ാമത്തെ ശ്ലോകം പത്മരാഗ ശിലാദർശ പരീഭാവിക പോലെ ബുഹു. പത്മരാഗ ശിലാദർശ, പത്മരാഗശില എന്ന് വെച്ചാൽ പത്മരാഗം എന്ന ശില, അതുകൊണ്ട് ഉണ്ടാക്കിയ ആദർശ, ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി. പത്മരാഗ ശിലാദർശ പരീഭാവി കപോലിഭൂ. പരീഭവി എന്ന് വെച്ചാൽ അതിനെ തോൽപ്പിക്കാൻ പറ്റണത്. ഈ പത്മരാഗത്തിൻ്റെ ആദർശത്തിനേക്കാളും ദേവിയുടെ കവിൾത്തടങ്ങൾക്ക് നല്ല തിളക്കമാണ്. ആ കണ്ണാടിയേക്കാളും തിളക്കം ഈ ദേവിയുടെ കവിൾത്തടങ്ങൾ. കപോലം എന്ന് വെച്ചാൽ കവിൾത്തടങ്ങൾ എന്നർത്ഥം. ഈ 2 കവിൾത്തടമുള്ളത്. ഇതിനൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ദേവിയുടെ ആഭരണങ്ങൾ വർണ്ണിച്ചു പോണു, അത്രയേ ഉള്ളൂ. നവവിദ്രുമ ബിംബശ്രീ നക്കാരിദശനച്ഛദാ. നവവിദ്രുമ ബിംബശ്രീ നക്കാരി ദശനച്ഛദ. നവവിദ്രുമ എന്ന് വെച്ചാൽ നവ എന്ന വാക്കിന് പുതിയതെന്ന് അർത്ഥം. പുതിയത്, നവോ നവോ എന്ന് പറഞ്ഞാൽ പുതിയതെന്ന് അർത്ഥം. വിദ്രുമ പവിഴം, നല്ല പുതിയ പവിഴം പോലെ എന്ന് വെച്ചാൽ അത്ര ഷൈനിങ് ആണ്. പുതിയതായിട്ടൊരു പവിഴം കിട്ടിയാൽ അത് വളരെയധികം ഷൈനിങ് ആണ്. ബിംബം എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട്, തൊണ്ടിപ്പഴം എന്ന് പറയും അത്രേന്. ഒരു നല്ല റെഡിഷ് കളർ, നല്ല ലൈറ്റിൽ ബ്രൈറ്റ് റെഡിഷ് കളർ. ശ്രീ, ശ്രീ എന്ന വാക്കിന് പ്രകാശം എന്നർത്ഥം, ഐശ്വര്യം എന്നർത്ഥം, സൗന്ദര്യം എന്നർത്ഥം. നക്കാരി, നക്കാരി എന്ന് പറഞ്ഞാൽ അതിനെ തോൽപ്പിക്കുന്ന. ദശനച്ഛത, ഈ ദന്തങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന ദേവിയുടെ മേൽചുണ്ട് കീഴ്ചുണ്ട്, ഇത് 2ഉം നല്ല റെഡിഷ് കളറായിട്ട് തൊണ്ടിപ്പഴം പോലെ നല്ല പുതിയ ഷൈനിങ് ഉള്ള പവിഴം പോലെ നല്ലവണ്ണം തിളങ്ങണത് എന്നർത്ഥം. നല്ല തിളങ്ങണതായിട്ടുള്ള ദേവിയുടെ ആ രൂപം, ആ ചുണ്ടുകൾ അതിനെ സൂചിപ്പിക്കണം. ഇതിലൊക്കെ ഒരു സൂചനയാണ് ഇതുപോലെ 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 എന്നൊക്കെ. കാരണം നമുക്ക് മനസ്സിലാക്കി തരണം എങ്ങനെയാണെന്ന്. ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജപങ്ക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ അങ്കുരാകാര ദ്വിജ പങ്ക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ഈ ശുദ്ധവിദ്യ എന്ന് പറയണത്? നല്ല ശുഭ്രമായിട്ടുള്ളത്. ഹ്യപ്രാണോ ഹ്യമനശുഭ്രഃ. വേദമേ പറയണോ പ്രാണൻ ഇല്ലാത്തത്. അപ്രാണഃ അമനാഹ. പ്രാണൻ എത്താത്തതും മനസ്സ് എത്താത്തതുമായിട്ടുള്ള ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിനെയാണ് നമ്മൾ ശുദ്ധം എന്ന് പറയണത്. ഇവിടെ ശുദ്ധവിദ്യ. അപ്പൊ ശുദ്ധം എന്ന വാക്കിന് ആത്മാന്ന് തന്നെ അർത്ഥം. കാരണം ആത്മാവിനെ പോലെ ശുദ്ധമായിട്ട് വേറൊന്നുമേ ഇല്ല.
ബാക്കി എല്ലാ പൊരുളും ഏതെങ്കിലും ഒരു പൊരുളായിട്ട് മിക്സ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നത് അതാണ്. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച. ആത്മാവിനെ നമുക്ക് അക്ലേദ്യോയം അദാഹ്യോയം, അതിനെ നനയ്ക്കാൻ പറ്റില്ല, അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, അതിനെ ഉണക്കാൻ പറ്റില്ല എന്ന് പറയപ്പെടുന്നു. ആര് പറയപ്പെടുന്നു? ഉപനിഷത്ത് പറയണു. ഈ ആത്മാവിനെ ഒന്നും ബാധിക്കണില്ല, ആത്മാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല, ആത്മാവിനെ അതിന് ഇവോൾവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇവല്യൂഷൻ ഇല്ല, അതിനെ സംസ്കരിക്കാൻ പറ്റില്ല എന്ന് ആചാര്യസ്വാമികൾ പറയണു. ഭാഷ്യത്തിൽ പറയണു. എന്താ പറയണത് എന്ന് വെച്ചാൽ ന ഉത്പാദ്യതേന ആപ്യതേന സംസ്കാര്യതേന വികാര്യതേന കർത്തൃഭോക്തൃരൂപം വ. അതിനെ ഉത്പാദിക്കാൻ പറ്റില്ല, അതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അശുദ്ധി അതിൽ വരണം അല്ലേ. ഒരശുദ്ധിയും അതിൽ പ്രവേശിക്കില്ല. ന സംസ്കാര്യത്തെ, അതിനെ വേറൊന്നാക്കി മാറ്റണമെങ്കിൽ അതിന് പരിണാമം സംഭവിക്കണം. അതിന് പരിണാമമേ ഇല്ല, അത് അതായിട്ട് തന്നെ ഇരിക്കണം. ന വികാര്യത്തെ, അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ന കർത്തൃഭോക്തൃരൂപം വാ, അതിന് കർത്തൃരൂപമില്ല, അതിന് ഭോക്തൃരൂപമില്ല. കർത്തൃരൂപമാണെങ്കിൽ അതിൽ ചെളി പൊരളും, ഭോക്തൃരൂപമാണെങ്കിലും അതിൽ ചെളി പൊരളും, അതിൽ മിക്സിങ് വരും. ഇത് മിക്സിങ്ങേ ഇല്ലാതിരിക്കണം അത്രയും. അതുകൊണ്ട് ഏറ്റവും ശുദ്ധം എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാ പോലെ ശുദ്ധം വേറെ ഒന്നുമേ ഇല്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയണത് ശുഭ്രഹ ഹ്യക്ഷരാത് പരതരഹ. അത് അക്ഷരമാണ്, ഒരു കാലത്തും ക്ഷയിക്കാത്തത്, ഒരു കാലത്തും ക്ഷയിക്കാത്ത ഒന്ന്. അതിനെയാണ് ശുദ്ധവിദ്യ എന്ന് പറയണു ഇവിടെ. എന്താ ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ? ആത്മാവിനെ കുറിച്ചുള്ള വിദ്യ, അതായത് ആത്മവിദ്യ എന്ന് തന്നെ പറയാം. ആത്മവിദ്യയെ, ഉയർന്ന വിദ്യയെ, സബ്രഹ്മവിദ്യാം സർവവിദ്യാ പ്രതിഷ്ഠ. ഈ ശുദ്ധവിദ്യയിലാണ് സർവവിദ്യയും പ്രതിഷ്ഠയായിരിക്കുന്നത്. അങ്ങനെയുള്ള ശുദ്ധവിദ്യ അങ്കുരാകാര, അങ്കുരം എന്ന് പറഞ്ഞാൽ ശബ്ദം. ഇവിടെ അങ്കുരത്തിന് വൈഖരി ശബ്ദം എന്ന് പറയുന്നു, വെളിയിൽ വന്ന ശബ്ദം. ആ വൈഖരി ശബ്ദം എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ ശുദ്ധവിദ്യ വൈഖരി ശബ്ദം വേദം, വേദമാണ് വൈഖരി ശബ്ദം. ദ്വിജ, അടുത്ത എന്താ? അങ്കുരാകാര, ആ അങ്കുരം ആയിട്ടിരിക്കണത്, വേദരൂപത്തിൽ ഇരിക്കണതായിട്ടുള്ള ശുദ്ധ വിദ്യ. ദ്വിജ, ദ്വിജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. ആരാണോ വേദത്തെ അനുഷ്ഠാനപൂർവം ഗ്രഹിക്കണത് അവൻ ബ്രാഹ്മണൻ. ആരാണോ അനുഷ്ഠാനം ചെയ്യണത്, ആരാണോ വേദത്തിൻ്റെ പൊരുളായിട്ടിരിക്കണത് അവൻ ബ്രാഹ്മണൻ. ഇതാണ് അർത്ഥം. ബ്രാഹ്മണ ശബ്ദത്തിന് വേറെ കുലമോ ഒന്നും അർത്ഥമേ ഇല്ല. ബ്രാഹ്മണ ശബ്ദത്തിന് ദ്വിജഹ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മം എന്നർത്ഥം. ഒന്നാമത്തെ ജന്മം ഈ സംസാരം, ഈ സംസാരത്തിൽ നിന്നും ജന്മമില്ലാതാവല്, ഇതാണ് ദ്വിജൻ എന്ന വാക്കിനർത്ഥം. ഇത് പക്ഷിക്കും ഒരു പേരുണ്ട്, പക്ഷിക്കും ദ്വിജൻ എന്ന് പറയും. ഇവിടെ ദ്വിജ ശബ്ദത്തിന് ബ്രാഹ്മണൻ എന്നർത്ഥം. പല അർത്ഥങ്ങൾ നമുക്ക് സംസ്കൃതത്തിൽ എടുക്കാം, പക്ഷെ ഇവിടെ ദ്വിജൻ എടുക്കാം. ദ്വിജങ്ങള് പങ്ക്തി എന്ന് പറഞ്ഞാൽ വരി 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 വരിയായിട്ട്, ഒരു കറക്റ്റ് റോ ആയിട്ട്, ഒരു അടുക്കായിട്ട്, ഒരു ഓർഡറായിട്ട്. അങ്ങനെ ദ്വിജപങ്ക്തി, ഒരു റോയിൽ ബ്രാഹ്മണരും ദ്വിജന്മാരും നിൽക്കുന്നത് പോലെയുള്ള ദ്വയോജ്വല. ദേവിയുടെ ഈ പല്ലുകൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ശുദ്ധവിദ്യയാണ് അതിൽ നിന്ന് വരണത്. ആ പല്ലുകൾ രണ്ടും, അത് ഷോഡശാക്ഷരി വിദ്യ എന്ന് പറയും. 16 അക്ഷരമുള്ള മന്ത്രം അല്ലെങ്കിൽ ആ വിദ്യ, അതിനെ പ്രകാശിപ്പിക്കണത് എന്നൊരർത്ഥം പറയണുണ്ട്. വിദ്യാസമ്പ്രദായ ബന്ധപ്പെട്ട് ഇപ്പോൾ 16 പല്ല്, മൊത്തം 32 പല്ലിൽ 16 ഈ രണ്ടും കൂടെ ഈ വൈഖരി എന്ന് പറയുന്ന സമയത്ത് വെളിയിൽ 2 ഇതളായിട്ട് 2 ഇലയായിട്ട് മുളച്ചത് എന്നൊരർത്ഥം പറയണുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരില മേലത്തെ പല്ലും ഒരില താഴത്തെ പല്ലും, അത് 16 വെച്ച് ഷോഡശാക്ഷരി മന്ത്രം എന്ന് പൂർവികരും ഉപാസനാ പദ്ധതിയിൽ ഇരിക്കണവർ പറയുന്നു. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശുദ്ധവിദ്യയാണ് ദേവിയുടെ ഉള്ളിൽ നിന്ന് വരണത്. അതായത് ദേവിയുടെ മുഖത്ത് നിന്നും വരണ ആ കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് അവിടെ സൂചിപ്പിക്കണത്. അടുത്തത് 26ാമത്തെ ശ്ലോകം. കർപ്പൂര വീടികാമോദ സമാകർഷി ദിഗന്ധര. കർപ്പൂര വീടിക ഒരു താമ്പൂലമാണിത്. അതിന് എന്തൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ ഏലം, ഇലവങ്ങം, കർപ്പൂരം, കസ്തൂരി, ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു താമ്പൂലം. ആ താമ്പൂലത്തിന് നല്ല മണമാണ്, നല്ല പരിമളമാണ്. ആ പരിമളമുള്ള താമ്പൂലം, അതിനെയാണ് കർപ്പൂര വീടിക എന്ന് പറയുന്നത്.
ഈ കർപ്പൂര വീടികയായിട്ടുള്ള ഈ താമ്പൂലം അതുപോലെ പരിമളം പരത്തണതായിട്ടുള്ള കർപ്പൂര വീടിക ആമോദ. ആമോദ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക, ആ പരിമളത്തിൽ നല്ലവണ്ണം ആനന്ദിക്കുക, പ്രിയം വരിക, സന്തോഷിക്കുക. സമാകർഷി ദിഗന്തര, ഈ ദിഗ്ദേവതകളൊക്കെ ദേവിയുടെ ചുറ്റും ആകർഷിക്കാൻ വരണ കാരണം എന്താണെന്ന് വെച്ചാൽ ദേവിയുടെ ഒരു ഫ്രാഗ്രൻസ്, ഒരു പരിമളം. ആ പരിമളം സമാകർഷി, എല്ലാത്തിനെയും ആകർഷിക്കും, കർശനം ചെയ്യും അല്ലേ. കർശനം ചെയ്യണവനാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന നാമത്തിൻ്റെ അർത്ഥം എന്താ? കർശനം ചെയ്യണവൻ. ആരാണോ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ജീവനെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് കാന്തൻ എന്ന് പേര് പറയണത്. കാന്തൻ എന്ന് പറഞ്ഞാൽ കാന്തം എന്ത് പരിപാടി ചെയ്യണു? ഉള്ളിലേക്ക് നമ്മളെ വലിക്കണു അല്ലേ. കാന്തം ഉയർ വലികാന്ത പർവ്വതം ഒരു തരം ഇതനെ എന്ന് രമണ മഹർഷി ആ പർവ്വതത്തിനെ, ആ ഗിരിയെ കണ്ടിട്ട്, ഏതാ അരുണാചലത്തിനെ കണ്ടിട്ട് പറയാണ് ഉയർ വലികാന്ത പർവ്വതം. ഇത് ഒരു ജീവനെ ഉള്ളിലേക്ക്, അടുത്തേക്ക്, പക്കത്തിലേക്ക് വലിക്കും അത്രേ. അങ്ങനെയുള്ളതുപോലെ ദേവി നല്ല വാസന, നല്ല പരിമളം, ഒരു ഡിവൈൻ സ്മെൽ, നല്ല പരിമളം, ഗന്ധരൂപത്തിലിരിക്കുന്ന ദേവി. അത് എല്ലാവരെയും ആകർഷിക്കണം, എല്ലാ ദിക്കിലും. ഈ ദിഗ്ദേവത നമ്മൾ പറയണല്ലോ, ഓരോരോ ദിക്കിലുള്ളവർ ആ ഫ്രാഗ്രൻസ് തേടി ഓരോ ദിക്കിൽ വരും ആൾക്കാർ അല്ലേ. രമണ മഹർഷിയൊക്കെ ഒരിടത്തിരുന്നു അല്ലേ, ഒരിടത്ത് തന്നെ ഇരുന്നു, ചലിക്കാതെ ഒരിടത്തിരുന്നു. പക്ഷേ നാനാ കോണിലുള്ള മുഴുവൻ ആൾക്കാരും വന്നു. അതേ സമയത്ത് സ്വാമി വിവേകാനന്ദൻ എല്ലായിടത്തും പോയി കണ്ടു, അവിടെ പോയി പ്രസംഗിച്ചു, ഇവിടെ പോയി പ്രസംഗിച്ചു. ഇവിടെ പ്രചരണം നടന്നു സ്വയമേവ അല്ലേ. സ്വയമേവ ഭഗവാൻ ഓരിടത്തുനിന്ന് അനങ്ങിയില്ല. 54 വർഷം തിരുവണ്ണാമല മലയ്ക്ക് കീഴിൽ തന്നെ ഇരുന്നു, അവിടെ നിന്ന് അനങ്ങിയേ ഇല്ല. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് വന്നു അത്ര കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ഫ്രാഗ്രൻസ് എല്ലാ ദിക്കിലുമുള്ളവരും ദേവിയെ അട്രാക്റ്റ് ചെയ്യണം എന്നർത്ഥം. തുടർന്ന് നമുക്ക് നാളെ കാണാം.